Okay. Hope you can see this particular slide. So it's all about marginalization, gender, ethnicity, and the subaltern. As I have told you, it's a slide which I had already made for some other semester. So that's fine, but we are still talking about marginalization and gender. Slide മാറുന്നുണ്ടല്ലോ അല്ലേ? Yes, miss. Okay. So tell me, I'm sure that you're familiar with the term marginalization. നിങ്ങൾക്ക് എന്താണ് മാർജിനലൈസേഷനെ പറ്റി അറിയാം? What do you think marginalization is? വിഷ്ണു, എന്താണ് മാർജിനലൈസേഷൻ? പറയൂ, മോള് പറയൂ. Okay, pushing away a certain community or people towards the margin of society. Okay. That may affect them socially, financially. Okay. There may be many reasons like social or financial, right? Yeah. Okay. So pushing a group of people or a group of a community or some individuals or certain individuals. So it is a kind of a social exclusion. Social inclusion and social exclusion. Society is excluding a group of people or a group of like individuals or a social group or a particular tribe or like that. അപ്പൊ അവരെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെ? എന്തുകൊണ്ടായിരിക്കാം? ഓൾറെഡി യു ടോൾഡ് മീ ദർ ആർ സോഷ്യൽ ആൻഡ് സം അതർ റീസൺസ്. വാട്ട് were the reasons or what do you think are the reasons for that? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സോഷ്യലി എക്സ്ക്ലൂഡഡ് ആണ് എന്ന് നമുക്ക് തോന്നുന്നത്? ചില വിഭാഗം അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് ഫീൽ ചെയ്യാൻ കാരണം? വാട്ട് ഡു യു തിങ്ക് ആർ ദി റീസൺസ് ഫോർ ദാറ്റ്? എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം? ഫിനാൻഷ്യൽ എന്ന് നേരത്തെ ഒരു ടേം ഓൾറെഡി. കളർ, റൈറ്റ്. ദെൻ religion, caste or religion, gender, then gender, Ethnicity, ethnicity, right? Then culture, class, certain culture and certain behaviors too. അല്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. So on the basis of certain gender, on the basis of religion or the class to which they belong or the skin tone or the color of their skin, their ethnic reasons, ethnicity, their behavior and many other things. Many other things may be or are the reasons for social exclusion. And if they are socially excluded, they here means like a group of people. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ് തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു എത്നിക് ഗ്രൂപ്പ് തന്നെ ആവാം. ഇവരെയൊക്കെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് if we are excluding them from the mainstream, we can call that they are marginalized. അല്ലെ? അവർ മാർജിനലൈസ്ഡ് ആണ് എന്ന് നമ്മൾ പറയാം. So I have used a word like invisibility. അല്ലെ? എന്താണ് ഇൻവിസിബിലിറ്റി എന്ന് പറയാൻ കാരണം? These kind of exclusion are usually considered to be something which is invisible. ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ഒരു സമൂഹം എടുത്തു നോക്കുകയാണെങ്കിൽ ദളിത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും വി ആർ ഷോയിങ് ഇറ്റ് ആസ് സംതിങ് വിച്ച് ഇസ് ഇൻവിസിബിൾ. വി ഡോണ്ട് നോ അറ്റ് ഓൾ. ജെൻഡർ എന്ന് പറയുന്ന ഒരു മാർജിനലൈസേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിമൺ ആർ ഓൾവേസ് മാർജിനലൈസ്ഡ് അല്ലെ? ബട്ട് ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി സോഷ്യലി അക്സെപ്റ്റബിൾ. പലവരും അത് പ്രശ്നം മുന്നോട്ട് വെക്കുമ്പോൾ മാത്രമാണ് അതൊരു വിസിബിലിറ്റിയിലേക്ക് വരുന്നുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻവിസിബിൾ. ആൻഡ് ഇറ്റ് ഈസ് ഇൻവിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സംതിങ് വിച്ച് ഈസ് ലൈക്ക് എന്താ പറയാ,
ഇൻവിസിബിൾ ഡ്യൂ ടു ഹെജിമോണിക് പെർസെപ്ഷൻ. വലിയൊരു വിഭാഗം ആളുകളുടെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു ഇൻവിസിബിലിറ്റിക്ക് കാരണമാണ്. ദേ ആർ സംതിങ് വിച്ച് ഷുഡ് ബി ടു ബി ട്രീറ്റഡ് ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലേക്ക്, പലരുടെയും മനസ്സിലേക്ക് ഫ്രം ദി കൾച്ചർ ഇൻ വിച്ച് വി ആർ ലിവിങ് അത് അങ്ങനെ തന്നെ വരുന്നുണ്ട്. ആ ചിന്താഗതി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻവിസിബിൾ. ഇപ്പൊ നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എടുക്കുകയാണെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ വിമൺ ആർ മോർ ഡിസ്ക്രിമിനേറ്റഡ് വെൻ കമ്പയർഡ് ടു മെൻ, അല്ലെ? അപ്പോ അല്ലാത്ത കേസുകളും ഉണ്ട് കേട്ടോ. മെൻ ആർ ഓൾസോ ഡിസ്ക്രിമിനേറ്റഡ്, അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദേ ആർ ഓൾസോ മാർജിനലൈസ്ഡ് ഇൻ സർട്ടൻ കേസസ്. ബട്ട് മോസ്റ്റ് നമ്മൾ ഒരു വിഷയം സൊസൈറ്റിയെ എന്താ പറയുക ബാധിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എഫക്റ്റഡ് ആവുന്നതിനെ കുറിച്ചാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് തന്നെ വുമൺ ആർ മോർ എഫക്റ്റഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ, അല്ലെ? പക്ഷെ ആ വുമൺ ആർ എഫക്റ്റഡ് എന്നുള്ളത് വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ടു ബി ലൈക്ക് ദാറ്റ്. സ്ത്രീകൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്കൊക്കെ പലപ്പോഴായിട്ട് നമ്മുടെ കൾച്ചർ ഇൻ വിച്ച് വി ആർ ലിവിങ് അതൊക്കെ നമ്മളിലേക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇൻകൾക്കേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഓൾറെഡി. സോ ഈവൻ ഇഫ് വി ആർ എന്താ പറയാ ഇഫ് വി ആർ എ ഫീമെയിൽ അല്ലെങ്കിൽ ഇഫ് വി ആർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ജെൻഡർ, എന്നാൽ പോലും ചില സമയത്ത് വി ആർ ബീങ് ട്രീറ്റഡ് ലൈക്ക് ദാറ്റ് എന്നുള്ളത് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദം. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല ഇൻക്ലൂഷൻ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, അല്ലെ? ഇങ്ങനെ സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ പല ഇൻക്ലൂഷൻ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യയിലും പല രീതിയിൽ പല സ്ഥലങ്ങളിലും പല ഇൻക്ലൂഷൻ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ പ്രവർത്തനങ്ങൾ, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മോണോലിത്തിക് കൾച്ചർ ഓഫ് ഇന്ത്യ, ദളിത് എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ഇറ്റ്സ് ഫ്രം ദി ഓൾഡ് ടെക്സ്റ്റ്. ലൈക്ക് ഇന്ത്യയിൽ ദളിത്സ് ആർ ഓൾമോസ്റ്റ് ഇൻ ദ പെരിഫറി, അല്ലെ? സൊസൈറ്റിയുടെ ഒരു പെരിഫറീസിലാണ് പലപ്പോഴും ഈ ദളിത്സിന് മാറ്റി നിർത്തുന്നത്. ആൻഡ് മോണോലിത്തിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചർ വിച്ച് ഈസ് അൺചേഞ്ചിങ് ഇൻ സ്ട്രക്ചർ, മാറാത്ത ഒരു മാസീവ് ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അൺചേഞ്ചിങ് സ്ട്രക്ചർ ഉള്ള ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തില് ദളിത്സിനെ എപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ പെരിഫറിയിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. ആൻഡ് ദേ ആർ ബീങ് കൺസിഡേർഡ് ടു ബി സംവൺ ഹൂ ഇസ് ഇൻഫീരിയർ. അപ്പൊ ഇതിനൊക്കെ എതിരെ പല മൂവ്മെന്റ്സും പല കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. ഫ്രം ദിസ് വി ആർ ഗോയിങ് ടു ഫോക്കസ് മോർ ഓൺ ജെൻഡർ. ഇതൊരു ജനറൽ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇപ്പൊ യസീദീസ്, ഇറാഖിലെ യസീദീസ് എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഹിന്ദുസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ മുസ്ലിംസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലത്തെ മാത്രം കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്, അല്ലെ? അപ്പോ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളെ ചിലപ്പോൾ മാർജിനലൈസ് ചെയ്യുന്നുണ്ടാവാം പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ പലതരം മാർജിനലൈസേഷൻ ഉണ്ട്, ഓഫ് വിച്ച് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ജെൻഡർ ബിക്കോസ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഫെമിനിസം. സ്ലൈഡ് മാറി എന്ന് വിചാരിക്കുന്നു. അഗെയിൻ ഐ എം ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് വൺസ് മോർ ഷുവർ, ലൈക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. So now we are going to talk about gender. So what do you know about gender? Sex അല്ലെങ്കിൽ gender എന്ന് പറയുന്ന ടേംസ് ഒക്കെ വളരെ ഫെമിലിയർ ആണ്, അല്ലെ? What is the difference between sex and gender? Already I have given it though. Sex is something which is anatomical. And gender is a cultural artifact. Can someone tell me what is that difference? Sex is biologically and gender is Come on, you're right.
പറഞ്ഞോളൂ. ശരിയാണ്. സെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ natural or biological in the sense, or it is anatomical എന്ന് പറയാൻ കാരണം basically there are two sex, female sex and male sex. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ whether that kid belong to a male sex or female sex എന്നുള്ളത് അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. whether that baby has got a vagina or whether it has got a penis എന്നുള്ളത് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ നോക്കിയിട്ട്, ശാരീരിക അവസ്ഥകൾ നോക്കിയിട്ടും ഒക്കെയാണ് അത് ഏത് സെക്സിൽ പെടുന്ന കുട്ടിയാണ്, ഫീമെയിൽ സെക്സ് ആണോ അല്ലെങ്കിൽ മെയിൽ സെക്സ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. But from that biological definition, when we come to gender, it is different. Right? ജെൻഡർ എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് മെയിൽ ജെൻഡറും ഫീമെയിൽ ജെൻഡറും തന്നെയാണ് വരുന്നതെങ്കിലും there is a great difference between sex and gender, because gender is mostly a cultural artifact or something, some kind of a sexual orientation which is being given to that kid from birth onwards. ജനിക്കുമ്പോൾ മുതൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ, the way it is being treated. If it is a female, if it is a girl child, it is given a particular kind of treatment. If it is a male child, it is given a particular kind of treatment, right? There is a clear difference between how these two genders are being treated in society. And that is why I have given that gender is a cultural artifact. It is something which is being developed by culture in which we are living. ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നിങ്ങളുടെ ക്ലാസ്സിലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ, നമ്മളൊരു കുട്ടി ജനിച്ച് എന്ത് കുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാം. റൈറ്റ്? ഒരു കുട്ടി ജനിച്ചു, എന്ത് കുട്ടിയാണ് ജനിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ ആഹാ അല്ലെ, പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ ഓ, there comes the difference. ആൺകുട്ടിയാണെങ്കിൽ എന്താ പറയാ, നേടി അല്ലെങ്കിൽ കിട്ടി. പെൺകുട്ടിയാണെങ്കിൽ അവരുടെ കാര്യം കഷ്ടമല്ലേ. ഇനിയിപ്പോ രണ്ടാമത്തെ കുട്ടിയാണ് ജനിക്കുന്നതെങ്കിലോ, ഫസ്റ്റ് കിഡ് is already a girl child, രണ്ടാമത്തെ കുട്ടി ജനിക്കുകയാണെങ്കിൽ they will be eagerly waiting for a boy child. അല്ലെ, രണ്ടാമത്തെ പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി, ഓ കഷ്ടം, ഇതും പെണ്ണാ. രണ്ടാമത് ആൺകുട്ടിയാണെങ്കിലോ, മൂത്തതും ആൺകുട്ടി, രണ്ടാമത്തതും ആൺകുട്ടിയാണെങ്കിലോ അവർ രക്ഷപ്പെട്ടില്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ അല്ലെ. അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ കൾച്ചറിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. Am I right? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. So ma'am, you are saying that gender is a socially constructed thing, right? Yes, of course. Okay. Yeah. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ഡിഫറൻസ്. ഇനി ഒരു കുട്ടി ജനിച്ച് അതൊരു പെൺകുട്ടി ആണെങ്കിൽ ദ വേ വി ആർ മേക്കിംഗ് ദാറ്റ് കിഡ് ലേൺ സർട്ടൻ തിങ്സ്, അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. രണ്ട് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഐ വിൽ ഗിവ് യു എ ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ തന്നെ ഉത്തരം പറയൂ. ഹൗ ഇറ്റ്സ് ജെൻഡർ കൾച്ചറൽ ആർട്ടിഫാക്ട് എന്നുള്ളത്. ഓക്കെ, രണ്ട് പേരുണ്ട് വീട്ടില്, രണ്ട് കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട്, ഓൾമോസ്റ്റ് ഓഫ് ദി സെയിം ഏജ്, മേ ബി സേ ഒരു 13 to 14 ഏജ് ഒക്കെ ഉള്ള രണ്ട് കുട്ടികളാണെന്ന് വിചാരിക്കൂ. ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട്. വീട്ടിൽ കുറച്ചധികം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സോ ദി മദർ നീഡ് ഹെൽപ്പ് ഇൻ കിച്ചൺ ആൻഡ് പുറത്തു പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഉണ്ട്. ഇൻ ജനറൽ വേ വീട്ടില് അടുക്കളപ്പണിക്ക് സഹായത്തിന് അമ്മ ആരെയായിരിക്കും വിളിക്കുന്നത്? ടീച്ചർ, എന്റെ വീട്ടില് പെൺകുട്ടികളില്ലാത്തോണ്ട് എന്നെ വിളിക്കല്. ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. എക്സാമ്പിൾ രണ്ട് കുട്ടികളുണ്ട്, ഒന്ന് ആണും ഉണ്ട് ഒരു പെണ്ണും ഉണ്ട്. അപ്പോ ആരെ വിളിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. പെൺകുട്ടികളെ. പുറത്ത് സാധനം വാങ്ങാൻ ആരെ പറഞ്ഞു വിടും? ഓഫ് കോഴ്സ് ആൺകുട്ടികളെ. ഓഫ് കോഴ്സ് ആൺകുട്ടീനെ. വൈ ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്?
society is like that. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജെൻഡർ എന്ന് പറഞ്ഞത് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓറിയന്റ് ചെയ്യണം നമ്മളെ. ഒരു പെൺകുട്ടി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് തരിക എന്നുള്ളത് മാത്രമല്ല, ത്രൂ ദെയർ ആക്ഷൻസ്, ത്രൂ ദെയർ അതർ വേർഡ്സ്, പല കാര്യങ്ങളിൽ നിന്നും വി അസ്യൂം ദാറ്റ് ഇഫ് വി ആർ എ ഫീമെയിൽ, ഇഫ് ദിസ് ഇസ് എ ഗേൾ ചൈൽഡ്, ഈ കുട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മള് തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ കുറച്ചൊരു 2-3 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, പെൺകുട്ടി ആണെങ്കിൽ ഭയങ്കര വികൃതിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന കമന്റ് ആയിരിക്കും, ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇത്ര വികൃതി എന്ന് പറഞ്ഞാൽ ശരിയെന്ന് വെക്കാം, ഇതൊരു പെണ്ണല്ലേ. കേട്ടിട്ടില്ലേ നിങ്ങള്? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും, നോ ഡൗട്ട്. എല്ലാ വീടുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊരു പെണ്ണല്ലേ, ഇതിന് ഇത്രയും വികൃതി പറ്റുമോ? ആൺകുട്ടിയാണെങ്കിൽ ഇത്രയും വികൃതി ഒന്നും കുഴപ്പമില്ല. വൈ ഇസ് ദാറ്റ് ഡിഫറൻസ്? പ്രകൃതിയാൽ നാച്ചുറലി ദർ ഈസ് ഡിഫറൻസ്, ഓഫ് കോഴ്സ്. ഐ എം നോട്ട് ക്വസ്റ്റ്യനിങ് ദാറ്റ്. അനാറ്റമിക്കൽ ഡിഫറൻസ് ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മസ്കുലൈൻ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആണുങ്ങൾക്ക് തന്നെയാണ്. ഇമോഷണൽ എന്താ പറയാ എബിലിറ്റി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കാണ് കൂടുതലെന്നും പറയുന്നു. പെൺകുട്ടികൾ പൊതുവെ കരയുമെങ്കിലും ഇമോഷണലി കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ, മൾട്ടി ടാലന്റഡ് എന്ന് പറയുന്ന സ്ത്രീകളാണ് അത്ര. അതൊക്കെ അങ്ങനത്തെ ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഡിഫറൻസുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ജെൻഡർ ഡിഫറൻസുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഡെവലപ്ഡ് വിത്തിൻ ദി കൾച്ചർ. ഓക്കെ, നമ്മുടെ തന്നെ വീടുകളിൽ നമ്മുടെ തന്നെ പാരന്റ്സ്, നമ്മുടെ തന്നെ, അതിൽ ആണ് പെൺ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, അതിൽ നമ്മുടെ തന്നെ പാരന്റ്സ്, നമ്മുടെ തന്നെ സമൂഹം, നമ്മുടെ തന്നെ റിലേറ്റീവ്സ്, സൊസൈറ്റി, ആരൊക്കെയാണെങ്കിലും അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന, അവരിൽ ഓൾറെഡി ഉള്ള സെക്ഷൽ ഓറിയന്റേഷൻ വരുന്ന ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുന്നു. So this is what is happening. That is why I told you that gender എന്ന് പറയുന്നത് sexually oriented ആണ്, ഒരു cultural artifact ആണ്. If it is a woman, if she is a wife, ഒരു ഭാര്യ ആണെങ്കിൽ വൈഫിന് കുറച്ച് എസെൻഷ്യലിസ്റ്റിക് ക്വാളിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണം ഭാര്യ ആവണമെങ്കിൽ അല്ലെ. ഷീ ഷുഡ് cater to the needs of the man, her husband. വീട്ടിൽ പാചകം ചെയ്യാനുണ്ടെങ്കിൽ അത് ഭാര്യയുടെ ജോലിയാണ്, ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭാര്യയുടെ ജോലിയാണ്, കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് പെണ്ണിന്റെ ജോലിയാണ്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ന്യൂമറസ് ഡിഫറൻസ്, ലൈക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ ഇറ്റ് എക്സിസ്റ്റ്. പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ തന്നെ ഇപ്പോഴും ആ ഒരു ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഓൾ ദീസ് ഡ്യൂട്ടീസ് വിച്ച് ഇസ് അസൈൻഡ് ടു വിമൻ. ഇനിയിപ്പോ അഥവാ ഇഫ് ദ മാൻ ഇസ് ഹെൽപ്പിംഗ് ഹെർ അറ്റ് ഹോം, ഇഫ് ദ മാൻ ഇസ് ഹെൽപ്പിംഗ് ഹെർ അറ്റ് ദി കിച്ചൺ, അതെന്തോ അയാൾ ചെയ്യുന്ന ഒരു വലിയ ഉപകാരമോ അല്ലെങ്കിൽ മഹാമനസ്കത കാരണം ചെയ്യുന്നതോ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ചിലപ്പോ അയാൾ കാണുന്നുണ്ടാവില്ല, അയാൾ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഹി ഈസ് നോട്ട് സപ്പോസ് ടു ബി ഇൻ ദാറ്റ് കിച്ചൺ, ഈസ് നോട്ട് സപ്പോസ് ടു ബി കുക്കിംഗ് ഫോർ ഹിസ് വൈഫ് ആൻഡ് കിഡ്സ് ആസ് ഈസ് എ മാൻ. അത് തന്നെ സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും അത് അക്സെപ്റ്റബിൾ ആണ്. സ്ത്രീ കടന്ന് ചത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അവൾ ചെയ്യേണ്ട പണിയാണ്. അതേ പണി പുരുഷൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വേദനിച്ചു എന്ന് വരും. ചിലപ്പോ ഈ പറയുന്ന സ്ത്രീകൾക്ക് തന്നെ അയ്യോ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്യാന്ന് ചിലപ്പോൾ പറഞ്ഞു എന്നും വരും. അതാണ് സെക്ഷുവൽ ഓറിയന്റേഷൻ. നമ്മളെ അങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ പെർസെപ്ഷൻസിനെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ അങ്ങനെയാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ അല്ലെ, വീട്ടിൽ 2 തരം വർക്കുകൾ ഉണ്ട്. പുറത്തു പോകേണ്ട പണിയാണ്, ഒന്ന് വീട്ടിലെ അടുക്കള പണിയാണ്, അല്ലെങ്കിൽ പാത്രം കഴുകലാണെങ്കിൽ. വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരിന് കൊടുക്കുന്നത്. വൈ നോട്ട് that boy child? Why are we not giving a kind of orientation, sexual orientation to females in a way? ഇതുവരെ ചെയ്ത ഓറിയന്റേഷൻ എന്നുള്ള രീതിയിലല്ലാതെ സ്ത്രീകൾക്ക് ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ, സെൽഫ് കേപ്പബിലിറ്റി പഠിപ്പിക്കുക അല്ലെ. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് പുറത്തു പോകാനും ആ ഒരു കഴിവ് സ്ത്രീകൾക്ക് ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും ഇല്ലാഞ്ഞിട്ടല്ല.
ആ രീതിയിലാണ് അതിനെ ഓറിയന്റ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ബൈ ബർത്ത് അത് ഒരു പെർട്ടിക്കുലർ ജെൻഡറിൽ പെടുന്നു എന്ന് മാത്രം, ഒരു ഏതെങ്കിലും ഒരു സെക്ഷൽ വിഭാഗത്തിൽ മെയിലോ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്നു എന്ന് മാത്രം. അവിടെ നിന്ന് വളർത്തിയെടുക്കുന്നതിൽ, അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചിന്തകളിൽ അല്ലെങ്കിൽ നമുക്ക് തരുന്ന സെക്ഷൽ ഓറിയന്റേഷനിലാണ് പിന്നീട് മാറ്റങ്ങളുള്ളത്. It's not that the woman is not capable of doing outside work. It's not that the male is not capable of doing kitchen work. We are just given orientation like that. Right? So that is the basic difference between sex and gender. Sex is something anatomical or sex is something biological. And gender എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ആറ്റിറ്റ്യൂഡ് ആണ്, ഒരു പെർസെപ്ഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. It's a cultural artifact. It is something which is being developed in the society, in the culture in which we are living. As Simone de Beauvoir, in her work The Second Sex, she is one of the most prominent feminists. She's saying that one is not born a woman but rather becomes a woman. What does it mean? One is not born a woman. Women എന്നുള്ള രീതിയിൽ, women എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ജനിക്കുകയല്ല. One is born either as a female or a male. പക്ഷെ വിമൻ എന്ന് പറയുന്ന ടേം അവിടെ വരുമ്പോഴത്തേക്ക് വി ആർ ബിക്കമിങ് വിമൻ. എങ്ങനെയാണ് ബിക്കമിങ് വിമൻ? എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? സമൂഹം ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നാണോ കരുതി വെച്ചിരിക്കുന്നത്, സമൂഹം ഒരു സ്ത്രീയിൽ നിന്ന് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ബിഹേവിയർ പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ചൊക്കെ ചെയ്യുമ്പോൾ വി ബിക്കം വിമൻ. ഈ ഒരു സ്ട്രെയിറ്റ് വേ ഉണ്ട്. പുറത്തേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ബിഹേവ് ചെയ്യുന്ന, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം അംഗീകരിക്കുന്നതിന് പകരം ഐ കാൻ ഡു ദാറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഗോ ഔട്ട്, ഐ വിൽ ഗോ ആൻഡ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താവും? ചിലപ്പം എന്താവും? പെൺകുട്ടികൾ പറയൂ, എന്റെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ടല്ലോ, പറയൂ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, ഐ വിൽ ഡു ദിസ്. അങ്ങനെ ഒരു റിപ്ലൈ ആണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ? സീന് ഡാർക്ക് ആവും. പിന്നെ ഏതൊക്കെ തരം പേരുകൾ കേൾക്കേണ്ടി വരും? അഹങ്കാരിയാവും, തന്റേടി, തന്നിഷ്ടക്കാരി, അല്ലേ? അഹങ്കാരിക്ക് എന്താ അഹങ്കാരം ഇല്ലാത്തത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ഈ അഹങ്കാരമുള്ളത്? അഹങ്കാരി എന്ന് പറയുന്നതിന്റെ പുല്ലിംഗം, അവന് അഹങ്കാരമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അഹങ്കാരി എന്ന് പറയുന്ന കോമൺ ടേം അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ അതിന്റെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റബിൾ അല്ലാതെ ആവുകയാണ് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. നമ്മളിലേക്കും ഇപ്പൊ ഈ പറയുന്ന എന്നിലും എന്തുണ്ട്? ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ്സ്. ബിക്കോസ് ഐ എം ഓൾസോ ബീങ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഹിയർ ഇൻ ദ കൾച്ചർ വേർ ഇറ്റ് ഈസ് ഹൈലി പാട്രിയാർക്കൽ. വളരെ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് ആണ് ഞാനും ജനിച്ചു വീണിരിക്കുന്നത്. അപ്പൊ എനിക്കും ഈ പറയുന്ന ഒരു സെക്ഷൽ ഓറിയന്റേഷൻ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. Right? Hope it is clear the difference between sex and gender. Yes, ma'am. Okay, now tell me, what do you know about feminism? നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞോളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് കെയർ. വിഷ്ണു പറയട്ടെ. വിഷ്ണുവിന് അറിയുന്ന ഫെമിനിസം എന്താണ്? In my opinion, I would say that feminism is something which stands for the empowerment of women, but it also doesn't mean that it opposes the men. You know, I mean, that's what I think it is. Okay, you're right. Then, any other opinion? Not only women, but they also try to empower the LGBT community. True. ശരിയാണ്. Ma'am,
പറയൂ. According to me, feminism is about equality of all genders, not only females. It's about men, trans men, non-binary, everyone is. Okay. അതും ശരിയാണ്. It's talking about equality, right? Don't you think that ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഈ ഒരു ടേം ഫെമിനിസം എന്ന് പറയുന്നതിനെ വളരെയധികം മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്? Do you feel that? Yes, Yes, miss. ma'am. And Of course, I ma'am. think that, yeah, I think that many of feminists doesn't know the right value of, the right way to do or to speak. I mean, sometimes it seems like so arrogant. So most of the people, even some females, don't like them. So such feminists may mean that might be the cause to be like that. Haven't you heard Ma'am, about the can word I femininity? refute that point? Yeah, yes. So Vishnu, I would like to Yes, ask, please. how does like one woman who claims to be a feminist does something, and the whole of the feminist movement has to take responsibility of that? Just like when we when Yeah, women say that's why that men. I mean, Wait, not let me disrespecting finish. any One of second, feminists one or the second. concept. Okay. 1 second. Okay. So when we say that like men are like more have the privilege of like, or they have the chance to be rapists, and then men will refute that point by saying not all men. So we can use that point here Don't- also, like not all feminists. Thing. I'm not opposing the concept of feminism. I just said that some immature people are bringing feminism into a different level. Feminism should be appreciated. I'm a supporter of that, but I said that some immature people who doesn't understand the concept of feminism is bringing the concept to a different level where many of the people are mistaken. That's what I said. I didn't oppose that concept. Okay, fine, I guess. Hope you're clear. Oh yeah. Don't mistake me. Okay. Yes. No. Okay. I hope you understand. Okay. വിഷ്ണു പറഞ്ഞതിൽ ഒരു പോയിന്റ് വളരെ ശരിയാണ്. Like already I told you, like it's being misinterpreted. Most of the people, even though they call themselves as feminists, they don't know what actually feminism is. They believe that it is something which is like talking against men. If men is saying yes, we also know. ഒരാളെ എസ് പറഞ്ഞാൽ വേറൊരാൾ നോ പറയുന്നതാണ്. That's what I meant, ma'am. That's what I meant. That's what I meant. I got it. Okay. So ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്താണ് ശരിക്കും എന്നുള്ളത് ഒട്ടും തന്നെ അറിയാതെ they believe that it's against or it is opposing men altogether. പുരുഷനെ ആകെ മൊത്തം തള്ളിപ്പറയുന്നതോ അല്ലെങ്കിൽ എതിർത്ത് പറയുന്നതോ ഒക്കെയാണ് ഫെമിനിസം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും അക്സെപ്റ്റ് എന്താ പറയാ, ഞാനും കണ്ടിട്ടുണ്ട് പല ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ. സോ ലെറ്റ് ഇറ്റ് ബി ദ I was asking you another word. Haven't you heard about a very common word which is now in social media trending, like a word like femininity? കേട്ടിട്ടില്ലേ? Do you think that it is being used in a very positive way of using the word femininity, or what is your opinion regarding using that word? It has become a kind of a slur at this point. True. It's never used in a positive way. It's always trying to demean a woman for what she's saying or doing. Correct. ഒരു തരം കളിയാക്കലായിട്ട് അല്ലേ? So if a woman is speaking out for her, she's being called as femininity nowadays, and which means that she's being insulted. ഫെമിനിറ്റി എന്ന് വിളിക്കുന്നത് ഒരു ഇൻസൾട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പോലെയോ ഡീമീൻ ചെയ്യാൻ വേണ്ടിയിട്ടോ
ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡായിട്ട് പലപ്പോഴും ഇന്ന് ഈ ഒരു റീസെന്റ് ഡേയ്സിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. I would say that those people are not at all aware about what this movement is all about. I will never say that it's something which is like feminism is actually not of opposing men. പക്ഷെ നേരത്തെ ഹിമയാണോ ആരോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അബൌട്ട് ഇക്വാലിറ്റി. വി ആർ ടോക്കിംഗ് അബൌട്ട് എംപവർമെന്റ്, റൈറ്റ്? സോ ബേസിക്കലി ദിസ് particular movement of feminism is actually not the feminism which we nowadays know. It's entirely different. You know that it's a political movement. Adoru oru rashtriya movement aayirunnu, actually oru political movement aayirunnu in history. Is anyone aware about that? Yes, ma'am. I think it was about right to vote or something. Yes, right to own land. Yes, that is also true. രണ്ടും ശരിയാണ്. രണ്ട് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ 1848 1850s കാലഘട്ടത്തിൽ there were two movements, American and also British movement. രണ്ടും ഈ പറയുന്ന one was for equality of women, right to vote, and also right for employment, right for education. ഇതിനെയൊക്കെ കൺസേൺ ചെയ്തിട്ട് ആയിരുന്നു ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി നോട്ട് അറ്റ് ഓൾ എ ലിറ്ററി മൂവ്മെന്റ് ഇൻ ദ ബിഗിനിങ്. ഒരു ലിറ്ററി മൂവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടല്ല അത് തുടങ്ങിയത്. ആക്ച്വലി ഇറ്റ് ഓൾ ബിഗൻ വിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിബറൽ മൂവ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടൊക്കെയാണ് ഇതിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. Should I stop here? Do you want me to continue, or we'll do it in the next class? What do you think? I would like you to continue this topic. I don't know. Yes, miss, Okay. we would like to continue. Okay, we'll do that. So I was talking about it as a movement. Now, for the sake of studies, അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, for the sake of that, it is being divided into 3 different waves. 3 waves ആയിട്ടാണ് നമ്മൾ പറയാറ്. It is the first wave of feminism, second wave of feminism, and the third wave of feminism. Okay, the first wave of feminism already I had mentioned, like this movement which is related to the political power movement, like നമ്മൾ നേരത്തെ പറഞ്ഞ സഫ്രജേറ്റ് മൂവ്മെന്റ് എന്ന് പറയും, റൈറ്റ് ഫോർ വോട്ട്, അതുപോലെ റൈറ്റ് ഫോർ പ്രോപ്പർട്ടി, അതുമായിട്ടൊക്കെ കൺസേൺ ആയിട്ട് ഒരു ഫസ്റ്റ് തുടക്കം 1850s ആ ഒരു ഫസ്റ്റ് കാലഘട്ടമാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. Okay, it is roughly this is all just a rough division. ഇത് ഒരു clear cut division ആയിട്ടൊന്നും പറയുന്നില്ല, but still a rough ഒരു division പറയുകയാണെങ്കിൽ from the 1830s to 1930 we consider it as the first wave of feminism. Civil right movement, അതുപോലെ suffragette movement ഒക്കെയുള്ള first wave feminism. And then comes the second wave feminism, where women were more active and they like കുറച്ചുകൂടെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലിറ്റററി മൂവ്മെന്റ് ആയിട്ട് മാറി, കുറച്ചുകൂടെ റൈറ്റിംഗ്സിലൂടെ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സെക്കൻഡ് വേവ് ഫെമിനിസം which begins from 1930 and it goes roughly to 1960s to 1980. Where women started grouping themselves and engagement in political debates, വളരെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് they start talking. And in the third wave feminism, which is also referred to as post feminism. Actually, post feminism is something different, but still എപ്പോഴും പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടേം തേർഡ് വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. പോസ്റ്റ് ഫെമിനിസത്തിന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് ഡിഫറെന്റ് ആണ്. വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ അവർ കമ്മിങ്
classes. So third wave feminism begins from 1980s onwards. അപ്പോൾ ഇതിൽ ഞാൻ ഫെമിനിസം ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് റിപ്ലൈ തന്നിരുന്നു. They told that they also support LGBT community. They also talk about transgenders, etc. So all those concepts come in the third wave feminism, where it is not a just single wave, where it is like a tree, ഒരുപാട് branches ഉള്ള ഒരു മരം പോലെ. There are different ways of feminism: cyber feminism, eco-feminism, colonial feminism, അതുപോലെ തന്നെ പോസ്റ്റ് ഫെമിനിസം, മാർക്സിസ്റ്റ് ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, ഒരുപാട് വെറൈറ്റീസ്. അമേരിക്കൻ ഫെമിനിസം, ഫ്രഞ്ച് ഫെമിനിസം, ലെസ്ബിയൻ ഫെമിനിസം, ഒരുപാട് ഇങ്ങനെ പറയുന്ന ഒരുപാട് ടേംസ് എല്ലാം അതിന്റെ എല്ലാം അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ അതെല്ലാം ചേർത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ തേർഡ് വേവ് ഫെമിനിസത്തിന് കൺസിഡർ ചെയ്യുന്നത്. Okay, so this feminism is roughly divided into three waves. One is first wave of feminism, which varies from 1830 to 1930. Second wave feminism, its time period is from 1930 and roughly it moves up to 1960 to 1980. Third wave feminism is after 1980s. So see this slide. Feminism is a political and power movement as well as a literary approach. I had already told you that it is a political movement. In the beginning, it all began as a political movement and a power movement, and it's only later in the 20th century that it started showing or its approach towards literature, literary works. Like feminism in the concept വളരെ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. So the different phases of feminist movement and feminist literary development are not identical, but they are interrelated. So though the feminist movement is entirely different. You can't see the presentation? No, ma'am. Yes, ma'am. The slide hasn't changed. Kanavo. Now I'm reading the slide, different waves of feminism. Slide കാണുന്നുണ്ടോ? No, miss. No, ma'am. No. What happened? Can you see it now? Yes. Yes, ma'am. Okay. So feminism is a political and power movement as well as a literary approach. So already I told that it began as a political movement and later it came to be involved in the literary approach, literary sphere as well. So the different phases of feminist movement and feminist literary development are not identical. So we cannot say that the literary feminist movement അതുപോലെ തന്നെ feminist literary development എന്ന് പറയുന്നത് രണ്ടും ഒരേ ലെവലിൽ പോയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യം വരുന്നത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഓക്കെ, സോ ദേ ആർ നോട്ട് ഐഡന്റിക്കൽ ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഇന്റർറിലേറ്റഡ്. സോ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിലും ലിറ്റററി ഡെവലപ്മെന്റിലേക്ക് അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നതും. എന്നിരുന്നാൽ പോലും രണ്ടും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇന്റർറിലേറ്റഡ് ആണ്. ബിക്കോസ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് തുടങ്ങിയെങ്കിലും അതിന്റെ ഇൻഫ്ലുവൻസ് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഇറങ്ങുന്ന എല്ലാ ലിറ്റററി അല്ലെങ്കിൽ ലിറ്ററേച്ചർ വർക്ക്സിനകത്തും കാണാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ഫേസ് ഓഫ് ഫെമിനിസത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് വുമൺ സ്റ്റാർട്ടഡ് ഗ്രൂപ്പിംഗ്, പൊളിറ്റിക്കൽ ഡിബേറ്റ്സും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ ആക്റ്റീവായി എന്ന് പറഞ്ഞു. സോ ആ ഒരു ചേഞ്ച് തന്നെ വളരെ എവിഡന്റ് ആണ്. ആ ചേഞ്ച് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ക്രിട്ടിക്കൽ വർക്ക്സിനകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ലൈഡ് നിങ്ങൾ കണ്ടിരുന്നു? ഈ സ്ലൈഡാണ് ഞാൻ നേരത്തെ വായിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഫസ്റ്റ് വേവ് ഈസ് ഫ്രം 1830 to 1930, സെക്കൻഡ് വേവ് ഫ്രം 1930 to 1960, ആൻഡ് തേർഡ് വേവ് ഈസ് ഫ്രം 1980 onwards. So this is all about the first feminist movement. With this I am stopping for now. So first feminist wave ennu parayunna allengil first wave of feminism, so it began with the women's right convention, oru movement, oru political movement aayittu oru march pole oru endha paraya oru formally it began in the US ലാണ് അത് ഫോർമൽ ആയിട്ട് തുടങ്ങുന്നത് at the Seneca Falls Convention in 1848.
സോ സെനക്ക ഫോൾസ് കൺവെൻഷൻ 1848 ആണ് ഇതൊരു മൂവ്മെന്റ് ആയിട്ട് കുറെ പേര് ഒത്തൊരുമിച്ച് ഇതിനൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടാണ് വന്നത്. സോ ദ 19th Amendment guaranteed women the right to vote. ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയാ ഒരു ചേഞ്ച്, ഒരു അമെൻമെന്റ് വന്നു. 19th Amendment ആണ് വിച്ച് ഗ്യാരണ്ടീഡ് വുമൺ ദി റൈറ്റ് ടു വോട്ട്. സോ ദിസ് മൂവ്മെന്റ് ഈസ് കോൾഡ് ആസ് സഫ്രജേറ്റ് മൂവ്മെന്റ്. ഈ റൈറ്റ് ടു വോട്ടിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇത് തുടങ്ങിയത്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ ഫസ്റ്റ് വേൾഡ് വുമൻസ് മൂവ്മെന്റ്. ഫസ്റ്റ് ആദ്യത്തെ ഒരു വുമൻസ് മൂവ്മെന്റ് ആയിട്ടാണ് ഈ സെനക്ക ഫോൾസ് മൂവ്മെന്റിനെ കാണുന്നത്, വിച്ച് ഹാപ്പൻഡ് ഇൻ 1848. ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ ബ്രിട്ടീഷ് കൗണ്ടർ പാർട്ട് which happened at the Langham Palace Circle in 1850. 1850 ഏകദേശം ഇതേപോലെ തന്നെ ഒരു മൂവ്മെന്റ് ബ്രിട്ടീഷ് കൗണ്ടർ പാർട്ട് എന്ന് പറയാം. ഇത് അമേരിക്ക US നടന്നതെങ്കിൽ ഇത് ബ്രിട്ടീഷിൽ ലംഘം പാലസ് സർക്കിൾ ഇതേപോലെ ഒരു മൂവ്മെന്റ് നടന്നു. വിച്ച് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്ലോഗൻ എന്ന് പറയുന്നത് വുമൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ആയിരുന്നു. വുമൻ വർ നോട്ട് ഗിവൺ റൈറ്റ് ടു ഹോൾഡ് പ്രോപ്പർട്ടി. സ്ത്രീകൾക്ക് പ്രോപ്പർട്ടീസ് ഒന്നും എന്താ പറയാ സ്വന്തം പേരിൽ വെക്കാനുള്ള ഒരു അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. സോ റൈറ്റ് ഫോർ വുമൻ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ വർ ഓൾസോ കൺസേൺഡ്. റൈറ്റ് പ്രോപ്പർട്ടി റൈറ്റ് മൂവ്മെന്റിന്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് എംപ്ലോയ്മെന്റ് ചെയ്യാൻ, വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് അന്ന് ലംഘം പാലസ് സർക്കിളിൽ 1850 നടന്നത്. സോ വിത്ത് ദിസ് ഡൊമസ്റ്റിക് സ്ഫിയറിൽ മാത്രം കണ്ടിരുന്ന സ്ത്രീകൾ ദേ ടേൺ ടു ബി പബ്ലിക് സ്ഫിയർ. ആ ഒരു ഷിഫ്റ്റ് ഫ്രം ഡൊമസ്റ്റിക് ടു പബ്ലിക് സ്ഫിയർ ബിഗാൻ വിത്ത് ദി ഫസ്റ്റ് വുമൻസ് മൂവ്മെന്റ്. ഓക്കെ, വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 12:30. Okay students, hope ഇതിന്റെ റെക്കോർഡഡ് സെഷൻ ചിലപ്പം നമുക്ക് കിട്ടുമായിരിക്കും. ലെറ്റ്സ് ഹോപ്പ്, ലെറ്റ്സ് സീ. താങ്ക് യു. Thank you, ma'am. Thank you.